രാമായണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിയുന്നത്? ഒരു കാവ്യം, ഒരു പുരാണം, അതോ ഒരു ജീവിത സത്യമോ? രാമായണത്തിൻ്റെ കഥ, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതിൻ്റെ ചരിത്രം, സ്വാധീനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളെ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു കാവ്യം. അയോധ്യയിലെ രാജകുമാരനായ രാമൻ്റെ ജീവിതം, അവൻ്റെ ത്യാഗങ്ങൾ, അവൻ്റെ യുദ്ധങ്ങൾ, അവൻ്റെ വിജയങ്ങൾ, ഇവയെല്ലാമാണ് രാമായണത്തിൻ്റെ ഉള്ളടക്കം. രാമായണം ധർമ്മത്തിൻ്റെ ഒരു ശുദ്ധമായ മാർഗം കാണിക്കുമ്പോൾ മഹാഭാരതം ധർമ്മത്തിൻ്റെ സങ്കീർണതകളെ വെളിപ്പെടുത്തുന്നു. രാമായണം ഒരു കഥയല്ല, ഒരു ജീവിതമാണ്. ശ്രീരാമൻ്റെ യാത്ര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. നമസ്കാരം, സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആത്മാവിൻ്റെ തുടിപ്പാണ് രാമായണം. ഒരു മഹാകാവ്യം, ഒരു ജീവിത ദർശനം, ഒരു മനുഷ്യൻ്റെ ധർമ്മത്തിൻ്റെ കഥ. ശ്രീരാമൻ്റെ യാത്രയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സ്നേഹം, ത്യാഗം, ധർമ്മം, വിശ്വാസം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് രാമായണത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര പോകാം. രാമായണത്തിൻ്റെ കഥ, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതിൻ്റെ ചരിത്രം, സ്വാധീനം. നമുക്കൊരുമിച്ച് കുറഞ്ഞ സമയത്തിൽ ഇതെല്ലാം അറിയാൻ ശ്രമിക്കാം. ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ, രാമായണത്തെ പല രീതിയിലും വിലയിരുത്തുന്ന ആളുകളുണ്ടാവും. അതിൻ്റെ ഉള്ളടക്കത്തെ, അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, അതിലടങ്ങിയിരിക്കുന്ന തെറ്റായ പ്രവണതകളെയൊക്കെ വിമർശനപരമായും സമീപിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഈ വീഡിയോയിൽ രാമായണത്തെ ഒരു സിനിമാ റിവ്യൂ പോലെ സമീപിക്കുകയല്ല ചെയ്യുന്നതെന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥകൾ രാമായണത്തിലേതും മഹാഭാരതത്തിലേതുമായിരുന്നു. രാമായണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിയുന്നത്? ഒരു കാവ്യം, ഒരു പുരാണം, അതോ ഒരു ജീവിത സത്യമോ? വാൽമീകി മഹർഷി രചിച്ച ഈ മഹാകാവ്യം 7 കാണ്ഡങ്ങളിലായി ഏകദേശം 24,000 ശ്ലോകങ്ങളിലാണ് വിരിഞ്ഞിരിക്കുന്നത്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഈ കൃതി ഇന്ത്യയുടെ ആദ്യത്തെ കാവ്യമായാണ് അറിയപ്പെടുന്നത്. പക്ഷേ രാമായണം വെറുമൊരു കഥയല്ല, അതൊരു ജീവിത ദർശനമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളെ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു കാവ്യം. അതിലെ ശരിതെറ്റുകൾ നിങ്ങളുടെ അറിവിൻ്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ വിലയിരുത്തുക. വാൽമീകി ഒരു ലോകത്തിൻ്റെ മനസാക്ഷിയുണർത്തിയ മഹർഷി. അദ്ദേഹം എഴുതിയ രാമായണം ശ്രീരാമൻ്റെ ജീവിതത്തെ മാത്രമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയെയും തിന്മയെയും ധർമ്മത്തിൻ്റെ പാതയെയും വെളിപ്പെടുത്തുന്നു. അയോധ്യയിലെ രാജകുമാരനായ രാമൻ്റെ ജീവിതം, അവൻ്റെ ത്യാഗങ്ങൾ, അവൻ്റെ യുദ്ധങ്ങൾ, അവൻ്റെ വിജയങ്ങൾ, ഇവയെല്ലാമാണ് രാമായണത്തിൻ്റെ ഉള്ളടക്കം. നമുക്ക് രാമായണത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. 7 കാണ്ഡങ്ങൾ: ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരാകാണ്ഡം. ഓരോ കാണ്ഡവും ഒരു ജീവിത പാഠമാണ്. ഒന്നാമത്തേത് ബാലകാണ്ഡം. അയോധ്യയിലെ രാജാവാണ് ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാർ: കൗസല്യ, കൈകേയി, സുമിത്ര. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കൈസല്യയിൽ ശ്രീരാമനും, കൈകേയിയിൽ ഭരതനും, സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. ഒരു ദിവസം മഹർഷി വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. രാമനെയും ലക്ഷ്മണനെയും തൻ്റെ യാഗം സംരക്ഷിക്കാൻ വിളിച്ചു. ഇവിടെ നിന്നാണ് രാമൻ്റെ യാത്ര ആരംഭിക്കുന്നത്. താടക എന്ന രാക്ഷസിയെ വധിച്ച് രാമൻ ധർമ്മത്തിൻ്റെ പാത തെളിയിച്ചു. പിന്നീട് മിഥിലയിലേക്കുള്ള യാത്രയിൽ ജനകന്റെ രാജസദസ്സിൽ വെച്ച് ശിവധനുസ് ഉയർത്തി സീതയെ വിവാഹം കഴിച്ചു. രണ്ടാമത്തേത് അയോധ്യാകാണ്ഡം. അയോധ്യയിൽ തിരിച്ചെത്തിയ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ കൈകേയിയുടെ മനസ്സിൽ മന്ത്രിമാരുടെ വാക്കുകൾ വിഷം കലർത്തി. അവൾ ദശരഥനോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ഭരതനെ രാജാവാക്കുക, രാമനെ 14 വർഷത്തെ വനവാസത്തിനയക്കുക. ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാത്ത രാമൻ വനവാസം സ്വീകരിച്ചു. സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. മൂന്നാമത്തേത് ആരണ്യകാണ്ഡം. വനത്തിൽ രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർ ഋഷിമാരോടൊപ്പം ജീവിച്ചു. പക്ഷേ ശാന്തമായ ഈ ജീവിതത്തിലേക്ക് രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ എത്തി. രാമനോട് പ്രണയം തോന്നിയ അവൾ ലക്ഷ്മണനാൽ അപമാനിക്കപ്പെട്ടു. ഇതിൻ്റെ പ്രതികാരമായി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ നിന്നാണ് രാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം തുടങ്ങുന്നത്. നാലാമത്തേത് കിഷ്കിന്ധാകാണ്ഡം. സീതയെ തേടി യാത്ര ചെയ്യവേ രാമൻ കിഷ്കിന്ധയിൽ സുഗ്രീവനെ കണ്ടുമുട്ടി. ബാലിയുടെ ഭരണത്തിൽ നിന്ന് സുഗ്രീവനെ മോചിപ്പിക്കാൻ രാമൻ ബാലിയെ വധിച്ചു. സുഗ്രീവന്റെ സഹായത്തോടെ സീതയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അഞ്ചാമത്തേത് സുന്ദരകാണ്ഡം. സുഗ്രീവന്റെ സൈന്യത്തിലെ ഹനുമാൻ ലങ്കയിലേക്ക് പോയി സീതയെ കണ്ടെത്തി. അശോകവനത്തിൽ രാവണന്റെ കാവലിൽ കഴിയുന്ന സീതയ്ക്ക് രാമന്റെ സന്ദേശം കൈമാറി. ഹനുമാൻ ലങ്കയെ ചുട്ടരിച്ച ശേഷം തിരിച്ചെത്തി. ആറാമത്തേത് യുദ്ധകാണ്ഡം. രാമനും സുഗ്രീവന്റെ വാനരസേനയും ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. രാമരാവണ യുദ്ധം ഒരു ധർമ്മയുദ്ധമായിരുന്നു. ഒടുവിൽ രാമൻ രാവണനെ വധിച്ചു. സീതയെ മോചിപ്പിച്ച് അവർ അയോധ്യയിലേക്ക് തിരിച്ചു. ഏഴാമത്തേതും അവസാനത്തേതും ഉത്തരകാണ്ഡം. അയോധ്യയിൽ രാമൻ രാജാവായി. എന്നാൽ പ്രജകളുടെ സംശയങ്ങളാൽ സീതയെ വനവാസത്തിനയച്ചു. വനത്തിൽ സീത ലവകുശന്മാർക്ക് ജന്മം നൽകി.
ഒടുവിൽ സീത ഭൂമിയിലേക്ക് തിരിച്ചുപോയി. രാമനും തൻ്റെ ദൈവിക രൂപത്തിലേക്ക് മടങ്ങി. വളരെ ചുരുക്കി നമുക്ക് രാമായണത്തെ ഇങ്ങനെ വായിച്ചെടുക്കാം. രാമായണം എഴുതപ്പെട്ടത് ഏകദേശം BC 5-4 നൂറ്റാണ്ടുകളിലാണെന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. വാൽമീകിയുടെ രാമായണം ഇന്ത്യൻ സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ്. പക്ഷേ രാമായണം വെറുമൊരു കാവ്യമല്ല, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ ഒരു ജീവനുള്ള രേഖയാണ് എന്നാണ് പറയപ്പെടുന്നത്. രാമായണം ഇന്ത്യയുടെ അതിരുകൾ കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളിൽ വരെ വേരുപടർത്തി. തമിഴിലെ കമ്പരാമായണം, ഹിന്ദിയിൽ തുളസീദാസിൻ്റെ രാമചരിതമാനസ്, മലയാളത്തിൽ എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം, അങ്ങനെ ഓരോ ഭാഷയിലും രാമായണം പുതിയ ഭാവങ്ങൾ സ്വീകരിച്ചു. രാമായണം ഇന്ത്യൻ കല, സംഗീതം, നൃത്തം, നാടകം എല്ലാത്തെയും ഒരുപോലെ സ്വാധീനിച്ചു. രാമലീല, ദസറ, ദീപാവലി എന്നീ ആഘോഷങ്ങളൊക്കെ രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രാമായണവും മഹാഭാരതവും ഇന്ത്യയുടെ ഇരു മഹാകാവ്യങ്ങൾ. രാമായണം ധർമ്മത്തിൻ്റെ ഒരു ശുദ്ധമായ മാർഗം കാണിക്കുമ്പോൾ മഹാഭാരതം ധർമ്മത്തിൻ്റെ സങ്കീർണതകളെ വെളിപ്പെടുത്തുന്നു. രാമൻ്റെ ജീവിതം ഒരു മാതൃകയാണെങ്കിൽ കൃഷ്ണൻ്റെ ജീവിതം ഒരു തന്ത്രമാണ്. എന്നാൽ ഇരു കാവ്യങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയെയും തിന്മയെയും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. തായ്ലൻഡിലെ രാമകിയൻ, ഇന്തോനേഷ്യയിലെ കകാവിൻ, കംബോഡിയയിലെ റീംകർ, രാമായണം ലോകത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തൻ്റെ മുദ്ര പതിപ്പിച്ച ഒന്നുകൂടിയാണ്. രാമായണം ഒരു കഥയല്ല, ഒരു ജീവിതമാണ്. ശ്രീരാമൻ്റെ യാത്ര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഈ മഹാകാവ്യം നമ്മളോട് പറയുന്നത് ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കരുത്, സ്നേഹത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക, തിന്മയ്ക്ക് മുന്നിൽ ഒരിക്കലും തോൽക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ രാമായണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? എന്തു തന്നെ ആയിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു കാവ്യത്തെയും, ഏതൊരു കഥയെയും, ഏതൊരു ചരിത്രത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ എഴുതിവെച്ച മനോഹരമായ വാക്കുകളിലൂടെ മാത്രമല്ല, ഓരോ മനുഷ്യനും ആർജിച്ചെടുത്ത അറിവിൻ്റെയും വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിലെ ശരിയും തെറ്റും വിശകലനം ചെയ്യാനും അതിൽ നിന്നും നല്ലതും നന്മയും തിരഞ്ഞെടുക്കാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. കാണാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും.